ഈ കാണുന്നത് നമ്മൾ 90 രൂപയ്ക്ക് വാങ്ങിയ ബ്ലൂടൂത്ത് മ്യൂസിക് പ്ലെയർ ഉണ്ടാക്കാനുള്ള ബോർഡാണ്. ഈ ഒരു ബോർഡിൽ ബ്ലൂടൂത്ത് മാത്രമല്ല മെമ്മറി കാർഡ്, പെൻ ഡ്രൈവ്, ഓക്സിലറി ഇൻപുട്ട്, FM റേഡിയോ ഇതെല്ലാം നമുക്കിതിൽ ഉപയോഗിക്കാൻ പറ്റും. ഞാനിവിടെ ഇത്രയും നാൾ ഉപയോഗിച്ചാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ബോർഡ് കൂടിയാണിത്. അപ്പോൾ ഈ ഒരു ബോർഡും ഒരു സ്പീക്കറും ഒരു ലിഥിയം ബാറ്ററി ഉണ്ടെങ്കിൽ സംഭവം റെഡിയായി. ഇതിൽ കണക്ട് ചെയ്യുന്ന ബാറ്ററി നമുക്ക് ഈ ഒരു ബോർഡ് ഉപയോഗിച്ച് തന്നെ ചാർജ് ചെയ്ത് ഉപയോഗിക്കാം. അതുപോലെ ഈ ഒരു ബോർഡിൽ നമുക്ക് ഡയറക്റ്റായിട്ട് സ്പീക്കറും കണക്ട് ചെയ്യാം. ഞാൻ ഈ ഒരു ബോർഡ് വാങ്ങിയത് തൊടുപുഴ കിഷോർ ഇലക്ട്രോണിക്സിൽ നിന്നാണ്. ഈ ഒരു ബോർഡിന് 90 രൂപയാണായത്. അപ്പോൾ ഈ ഒരു ഷോപ്പുള്ളത് തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് തൊട്ട് താഴെ തന്നെയാണ്. ഈ ഒരു ടൈപ്പ് ബോർഡ് ഓൺലൈനായിട്ട് കാണുവാണെങ്കിൽ അത് മേടിക്കാനുള്ള ലിങ്ക് വീഡിയോയിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ 90 രൂപയ്ക്ക് വാങ്ങിയ ബോർഡ്. അപ്പോൾ ഈ ഒരു ബോർഡ് ഉപയോഗിച്ച് നമുക്ക് ബ്ലൂടൂത്ത് മ്യൂസിക് പ്ലെയറോ അല്ലെങ്കിൽ FM റേഡിയോയ്ക്ക് ഉണ്ടാക്കാനായിട്ടാണെങ്കിൽ ഈ കാണുന്ന ചെറിയൊരു സ്പീക്കറും ഒരു ലിഥിയം ബാറ്ററി മാത്രം മതി. ഈ ഒരു ബോർഡിൽ 3.7 വോൾട്ടിൻ്റെ ലിഥിയം ബാറ്ററിയാണ് കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള ബാറ്ററി കണക്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഫോണിൻ്റെയൊക്കെ ചാർജർ ഉപയോഗിച്ച് ഈ ഒരു ബോർഡ് വഴി ബാറ്ററി ചാർജ് ചെയ്തെടുക്കാൻ പറ്റും. ഈ ഒരു ബോർഡിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. ഈ ഒരു ബോർഡിൽ 2 സെറ്റ് വയർ കണക്ടറാണ് വരുന്നത്, റെഡും ഒരു ക്രീം കളറും. അപ്പോൾ ഇതിൽ റെഡിലാണ് ബാറ്ററി കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ കണക്ട് ചെയ്യാനുള്ള വയർ കണക്ടറൊക്കെ മേടിക്കാൻ കിട്ടും. ഞാൻ മേടിച്ചിട്ടില്ല, ഞാനിവിടെ വയർ സോൾവ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ നിങ്ങളുടെ കയ്യിൽ ബ്ലൂടൂത്ത് സ്പീക്കറൊക്കെ കംപ്ലൈൻറ്റ് ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബോർഡ് റീപ്ലേസ് ചെയ്തിട്ട് ഈ ഒരു ബോർഡ് ആഡ് ചെയ്താൽ മതി. അടുത്തതായിട്ട് ഈ ഒരു ബോർഡിൽ കാണുന്ന ക്രീം കളറിൽ കാണുന്ന ഈ ഒരു കണക്ടർ ഇവിടെയാണ് സ്പീക്കർ കണക്ട് ചെയ്യേണ്ടത്. അതുപോലെ ഈ ഒരു ബോർഡിൽ ഇവിടെയും 2 പോയിന്റ് കാണുന്നുണ്ട്. അപ്പോൾ ഈ രണ്ടിനും സെയിം കണക്ഷൻ തന്നെയാണ്. അപ്പോൾ ഈ 2 പോയിന്റുകളിലും 2 സ്പീക്കർ കണക്ട് ചെയ്താലും ലെഫ്റ്റ് റൈറ്റ് ഓഡിയോ കിട്ടില്ല. പിന്നെ ഈ കാണുന്നത് ബ്ലൂടൂത്തിൻ്റെ ഏരിയയിലാണ്. പിന്നെ ഈ കാണുന്ന ഈ ഒരു പോയിലാണ് FM റേഡിയോ ആൻറ്റിന വയർ കണക്ട് ചെയ്യേണ്ടത്. അങ്ങനെ വയർ കണക്ട് ചെയ്താലും കുഴപ്പമില്ല, ഇവിടെ ചാർജർ കേബിൾ കണക്ട് ചെയ്യുമ്പോൾ അത് ഏരിയലായിട്ട് വർക്ക് ചെയ്തോളും. പിന്നെ ഈ ഒരു ബോർഡിൽ ഉപയോഗിക്കേണ്ടത് ഇതുപോലുള്ള 3.7 വോൾട്ടിൻ്റെ ലിഥിയം ബാറ്ററിയാണ്. ഈ ഒരു 2000 mAh ഉള്ള ഈ ഒരു ബാറ്ററി 140 രൂപയ്ക്കാണ് ഞാൻ വാങ്ങിയത്. ഇത് ഞാൻ കിഷോർ ഇലക്ട്രോണിക്സിൽ നിന്ന് വാങ്ങിയതാണ്. അതുപോലെ നമുക്ക് ഈ ഒരു ബോർഡിൽ നേരിട്ട് ലിഥിയം ബാറ്ററി കണക്ട് ചെയ്യാം. ഈ ഒരു ബാറ്ററിക്ക് വേണ്ടിയിട്ട് വേറെ ചെറിയ BMS ബോർഡൊന്നും വെക്കേണ്ട കാര്യമില്ല, ഡയറക്റ്റായിട്ട് കണക്ട് ചെയ്താൽ മതി. ബാറ്ററി ചാർജ് ഫുള്ളാകുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് ചാർജിങ് കട്ട് ഓഫ് ആയിക്കോളും. അതുപോലെ ബാറ്ററി ചാർജ് കുറയുന്ന സമയത്ത് അനൗൺസ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഓട്ടോമാറ്റിക്കായിട്ട് ഓഫും ആയിക്കോളും. പിന്നെ ഈ ഒരു ബോർഡിൽ 2 LED ഇൻഡിക്കേറ്ററാണ് വരുന്നത്. ഒന്ന് പവർ ഓൺ ഇൻഡിക്കേറ്ററും ഒന്ന് ബാറ്ററി ചാർജിങ് ഇൻഡിക്കേറ്ററും. അതുപോലെ ഇതിലെ പവർ ഓൺ LED റീഡിംഗ് LED ഇൻഡിക്കേറ്ററായിട്ടും വർക്ക് ചെയ്യും. പിന്നെ ഈ ഒരു ബോർഡിൻ്റെ സൈഡിലായിട്ടാണ് ചാർജിങ് സോക്കറ്റൊക്കെ വരുന്നത്. മൈക്രോ USB സോക്കറ്റാണ്. പിന്നെ ഉള്ളത് ഈ കാണുന്ന പോലെ വലിയൊരു USB സോക്കറ്റാണ്. അപ്പോൾ ഇതിൽ നമുക്ക് പെൻ ഡ്രൈവ് കണക്ട് ചെയ്ത് ഉപയോഗിക്കാം. പിന്നെ ഉള്ളത് മൈക്രോ SD കാർഡ് ഇടാനുള്ള സോക്കറ്റ്. പിന്നെ ഉള്ളത് ഓക്സിലറി ഇൻപുട്ട് കൊടുക്കാനുള്ള സോക്കറ്റ്. പിന്നെ ഈ ഒരു ബോർഡിലെ ഈ ഒരു മൈക്രോ USB സോക്കറ്റ് ഇത് നമുക്ക് ഏരിയലായിട്ടും വർക്ക് ചെയ്യാം. ഇതിൽ ചാർജർ കേബിൾ കണക്ട് ചെയ്താൽ നമുക്ക് ഏരിയലായിട്ട് ഉപയോഗിക്കാം. വേറെ വയറൊന്നും എക്സ്ട്രാ ബോർഡിൽ കണക്ട് ചെയ്യണമെന്നില്ല. പിന്നെ ഈ ഒരു ബോർഡിൻ്റെ ടോപ്പിലായിട്ട് ഈ കാണുന്ന പോലെ 5 ബട്ടൺസാണ്, പുഷ് ഓൺ സ്വിച്ചുകളാണ്. പവർ ഓൺ സ്വിച്ച്, അതുപോലെ തന്നെ മോഡ്, അതുപോലെ തന്നെ വോളിയം അപ്പ് ഡൗൺ, നെക്സ്റ്റ് അതെല്ലാം ഉണ്ട്. ഈ ഒരു ബോർഡ് ഉപയോഗിച്ച് നമ്മൾ സ്വന്തമായിട്ട് മ്യൂസിക് പ്ലെയർ ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഈ സ്വിച്ചുകളെല്ലാം ഇവിടെ ആയതുകൊണ്ട് നമുക്ക് പാടാണ്. അപ്പോൾ ഈ സ്വിച്ചുകൾക്ക് പകരം നമുക്ക് വേറെ അഡീഷണൽ ആയിട്ടുള്ള സ്വിച്ചുകൾ ഉപയോഗിക്കാൻ പറ്റും. അത് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ കാണിച്ചു തരാം. ഇപ്പം ഉദാഹരണത്തിന് ഇതുപോലെ 4x4 പ്ലെയിൻ ബോക്സിലേക്കാണ് നമ്മൾ ഈ ഒരു ബോർഡ് ഉപയോഗിച്ച് ചെറിയൊരു മ്യൂസിക് പ്ലെയർ ഉണ്ടാക്കുന്നതെങ്കിൽ ഇതിലെ സ്വിച്ചുകളൊക്കെ നമുക്കിത് സെറ്റ് ചെയ്യാൻ പാടാണ്. അപ്പം അതിനായിട്ട് ഈ കാണുന്ന പോലത്തെ പുഷ് ഓൺ സ്വിച്ചുകൾ മേടിച്ചാൽ മതി. അപ്പം ഇങ്ങനെയുള്ള പുഷ് ഓൺ സ്വിച്ചുകളൊക്കെ മേടിക്കുവാണെങ്കിൽ ഈ ഒരു ബോർഡിലുള്ള സ്വിച്ചിന് പകരം നമുക്ക് ഇങ്ങനെയുള്ള സ്വിച്ച് ഉപയോഗിച്ച് നമുക്ക് ഈ ഒരു ബോർഡ് ഫുള്ളായിട്ട് കൺട്രോൾ ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ ബോർഡും ബാറ്ററിയും ഒരു സ്പീക്കറും എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. അതുപോലെ ഈ ഒരു ബോർഡിലുള്ള ബാറ്ററിയും അതുപോലെ സ്പീക്കറും കണക്ട് ചെയ്യുന്ന ഈ സോക്കറ്റ് ഞാൻ ഊരിയെടുക്കുവാണ്. ഞാൻ ഈ ഒരു ബോർഡിൽ ബാറ്ററിയും അതുപോലെ സ്പീക്കറും സോൾവ് ചെയ്താണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു സോക്കറ്റ് ഊരിയെടുത്തത്. അപ്പോൾ നമുക്ക് ആദ്യമേ ഈ ഒരു ബോർഡിലേക്ക് സ്പീക്കർ കണക്ട് ചെയ്യാം. അപ്പോൾ സ്പീക്കർ കണക്ട് ചെയ്യാനുള്ള പ്ലസ് മൈനസ് അത് കറക്റ്റായിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ 2 പിന്നിലേക്കും സ്പീക്കറിൻ്റെ വയർ കറക്റ്റായിട്ട് നോക്കിയിട്ട് സോൾവ് ചെയ്ത് കൊടുക്കുക. അതുപോലെ ഇനി ഒരുപാട് പേർക്ക് സംശയം വരാനുള്ള മറ്റൊരു കാര്യമായിരിക്കും ഇതിനകത്ത് എത്ര സ്പീക്കർ കണക്ട് ചെയ്യാം, എത്ര ഓംസിൻ്റെ കണക്ട് ചെയ്യാം. ഒരു 3 ഇഞ്ച് മുതലുള്ള 6 ഇഞ്ചിൻ്റെ വരെ സ്പീക്കർ കണക്ട് ചെയ്യുന്നതിന് കുഴപ്പമില്ല. അതുപോലെ 4 ohmസിൻ്റെ സ്പീക്കറെ കണക്ട് ചെയ്യാം. ഇനി 2 സ്പീക്കർ ഒരുമിച്ച് ജോയിൻറ്റ് ചെയ്ത് കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് 8 ohmസിൻ്റെ 2 സ്പീക്കറാണ് ഉപയോഗിക്കാവുള്ളൂ. പരമാവധി ഈ ഒരു ബോർഡിൽ സിംഗിൾ സ്പീക്കറായിട്ട് മാത്രം ഉപയോഗിക്കുക. 2 സ്പീക്കർ കൊടുത്താൽ കംപ്ലൈൻറ്റ് ആവാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ബോർഡിൽ 2 വയറും കണക്ട് ചെയ്യേണ്ട സ്പീക്കർ. നമുക്ക് അടുത്തായിട്ട് ബാറ്ററി എന്നുള്ള 2 വയർ കൂടി ഈ ഒരു ബോർഡിലേക്ക് കണക്ട് ചെയ്യണം. അപ്പം ബാറ്ററി എന്നുള്ള പോസിറ്റീവ് നെഗറ്റീവും കറക്റ്റായിട്ട് ബോർഡിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ് ഇതിൻ്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ. ഇത് നമുക്കൊന്ന് പവർ ഓൺ ചെയ്ത് നോക്കാം. പവർ ഓൺ ചെയ്യുന്ന സമയത്ത് ചെറിയൊരു സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. 2 സെക്കൻഡ് പവർ ഓൺ ബട്ടണിൽ ലോങ് പ്രസ് ചെയ്യുമ്പോൾ ഓണായി വരും. അപ്പോൾ ഇത്രയുള്ള പരിപാടി നമുക്ക് ഇതിനകത്ത് ഇനി ബ്ലൂടൂത്ത് കണക്ട് ചെയ്തോ അല്ലെങ്കിൽ മെമ്മറി കാർഡോ പെൻ ഡ്രൈവ് കണക്ട് ചെയ്ത് നമുക്കിത് വർക്ക് ചെയ്യിക്കാം. ഇനി FM റേഡിയോ ആയിട്ട് ഉപയോഗിക്കാനാണെങ്കിൽ ഒരു FMൻ്റെ ഏരിയയിൽ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് വേണമെങ്കിൽ ചെയ്താൽ മതി, അല്ലെങ്കിൽ നമുക്ക് ചാർജറിൻ്റെ കേബിളും ഏരിയലായിട്ട് ഉപയോഗിക്കാം. അതുപോലെ ഞാൻ ഇതിനകത്ത് പാട്ട് കാര്യങ്ങളൊന്നും പ്ലേ ചെയ്ത് കേൾപ്പിക്കാതെ വേറെ നല്ല കോപ്പിറൈറ്റ് കിട്ടും നമ്മുടെ ഈ വീഡിയോയ്ക്ക്. അപ്പോൾ ഈ ഒരു ബോർഡിൻ്റെ കറക്റ്റ് ഓഡിയോ ക്വാളിറ്റി നിങ്ങൾക്ക് അറിയണം താല്പര്യം ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ FM റേഡിയോയുടെ ഒരു ഓഡിയോ ക്വാളിറ്റി നിങ്ങൾക്ക് അറിയണം താല്പര്യം ഉണ്ടെങ്കിൽ ഇത് കറക്റ്റായിട്ട് നമ്മൾ ഫേസ്ബുക്കിൽ ഇട്ടേക്കാം. അപ്പോൾ ഫേസ്ബുക്കിൻ്റെ ലിങ്ക് ഈ ഒരു വീഡിയോയിൽ കൊടുത്തേക്കാം. ഇനി ഇത് ചാർജ് ചെയ്യാനായിട്ടാണെങ്കിൽ മൊബൈലിൻ്റെ ചാർജർ ഉപയോഗിക്കാം. വേറെ സെപ്പറേറ്റ് ചാർജറോ കാര്യങ്ങളൊന്നും മേടിക്കാം. ചാർജർ കണക്ട് ചെയ്യുമ്പോൾ റെഡ് LED ഇൻഡിക്കേറ്റർ തെളിഞ്ഞ് നിൽക്കും. ബാറ്ററി ഫുള്ളാകുമ്പോൾ
ബ്ലൂ ലൈറ്റ് ആയിരിക്കും തെളിയുന്നത്. അതുപോലെ ഇത് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ സമയത്ത് ചാർജർ കണക്ട് ചെയ്യുന്നതിനും കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മൾ ഈ ഒരു ബോർഡ് എന്തെങ്കിലും ബോക്സിലൊക്കെ നമ്മൾ ചെറിയ മ്യൂസിക് പ്ലെയറൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇതിൻ്റെ സ്വിച്ച് ഈ ഒരു ബോർഡിൽ തന്നെ ആയതുകൊണ്ട് നമുക്ക് പ്രസ് ചെയ്യാനൊക്കെ പാടാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള അഡീഷണൽ ആയിട്ടുള്ള പുഷ് ഓൺ സ്വിച്ച് നമുക്ക് ഇന്നത്തെ ഉപയോഗിക്കാം. അപ്പോൾ ഞാനിവിടെ സാമ്പിളായിട്ട് ഇതിൻ്റെ പവർ ബട്ടൻ്റെ സ്വിച്ച് ഞാൻ വേറെ അഡീഷണൽ ആയിട്ട് ഒരെണ്ണം കൊടുക്കുവാണ്. അപ്പോൾ ഈ ബോർഡിലുള്ള സ്വിച്ചിന് 4 കാലുകളാണുള്ളത്. അപ്പോൾ ഈ 4 കാലുകളിൽ 2 കാലുകളിൽ മാത്രം കണക്ഷനുള്ളൂ. അപ്പോൾ അതൊന്ന് കറക്റ്റായിട്ട് നോക്കുവാണെങ്കിൽ കാണാൻ പറ്റും വേഗം തന്നെ. അപ്പോൾ ഈ ഒരു സ്വിച്ചിൻ്റെ മുകളിൽ 2 കാലുമാണ് നമുക്ക് കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളവിടെ 2 വയർ കണക്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു വയറിൻ്റെ എൻ്റെ ഭാഗത്ത് നമ്മൾ ഒരു പുഷ് ഓൺ സ്വിച്ചും സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ബൈപ്പാസ് ചെയ്തെടുത്തുന്നത് പവർ ഓൺ സ്വിച്ചിൻ്റെ ബട്ടനാണ്. ഇനി നമുക്കിത് ഓണും ഓഫും ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്വിച്ച് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ബോർഡിലുള്ള പവർ ഓൺ സ്വിച്ച് ഉപയോഗിക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് മറ്റ് സ്വിച്ചുകളും ഇതേ രീതിയിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ഇവിടെ പവർ ഓൺ സ്വിച്ച് മാത്രം സാമ്പിളായിട്ട് ചെയ്ത് കാണിച്ചതേ ഉള്ളൂ. ഇനി ഈ ഒരു ബോർഡ് FM റേഡിയോ കൂടി ഉപയോഗിക്കാനുള്ള ഉദ്ദേശത്തോടെ ആണെങ്കിൽ ഇതിനകത്ത് എയിൽ കൂടി കണക്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ FM ആൻറ്റിന കണക്ട് ചെയ്യാനുള്ള ഈ ഒരു പോയിന്റിൽ നമ്മൾ ചെറിയൊരു വയർ സോൾവ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഈ ഒരു ബോർഡിലെ FM കൂടി നമുക്കൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. അതിനായിട്ട് നമ്മൾ റേഡിയോ ഓൺ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ബോർഡിലെ പ്ലേ ആൻഡ് പൗസ് ബട്ടൺ പ്രസ് ചെയ്താൽ മതി. ലോങ് പ്രസ് ചെയ്യുക. എയിൽ കൂടി കണക്ട് ചെയ്തിട്ട് വേണം പ്ലേ ആൻഡ് പൗസ് ബട്ടൺ ലോങ് പ്രസ് ചെയ്യാൻ. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സിഗ്നലുള്ള ചാനൽ ഷെയർ ചെയ്തെടുത്തോളും. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം എല്ലാ ചാനലിലും പാട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ ഒരു ഓഡിയോ കേൾപ്പിക്കാത്തത്. FM ചാനലുകളെല്ലാം നല്ല ക്ലിയർ ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബോർഡിൻ്റെ ബ്ലൂടൂത്തിൻ്റെ ഓഡിയോ ഔട്ട് ക്വാളിറ്റിയും അതുപോലെ തന്നെ FMൻ്റെ ഓഡിയോ ഔട്ട് ക്വാളിറ്റിയും നിങ്ങൾക്ക് അറിയണം താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ നമ്മുടെ ഫേസ്ബുക്കിൽ ഇട്ടേക്കാം. അതുപോലെ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഫേസ്ബുക്കിൽ മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ ഫേസ്ബുക്ക് ഐഡിയുടെ ലിങ്ക് വീഡിയോയിൽ കൊടുത്തേക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. നല്ല ക്വാളിറ്റിയുള്ള ബോർഡാണ്. ഇത്രയും കുറഞ്ഞ രൂപയ്ക്ക് ഇൻബിൽറ്റ് ആയിട്ട് ആംപ്ലിഫയറും അതുപോലെ തന്നെ ബ്ലൂടൂത്ത് ഇതെല്ലാം ഉൾപ്പെടുന്ന ഒരു ബോർഡ് നമുക്ക് ഇതുപോലെ കിട്ടാൻ പാടാണ്. അതുപോലെ നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്ന ബാറ്ററി, ആ ബാറ്ററി ചാർജ് ചെയ്യാനാണെങ്കിലും വേറെ ബോർഡോ കാര്യങ്ങളൊന്നും ഉപയോഗിക്കേണ്ട. എല്ലാ കാര്യങ്ങളും ഈ ഒരു സിംഗിൾ ബോർഡിൽ ഉൾപ്പെടുന്നുണ്ട്. പിന്നെ കുറച്ച് കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുക. ഈ ഒരു ബോർഡ് ഉപയോഗിക്കുന്നവർ ഈ ഒരു ബോർഡിൽ ഒന്നിൽ കൂടുതൽ സ്പീക്കർ ഒരേ സമയം ഉപയോഗിക്കാതിരിക്കുക. അതുപോലെ സ്പീക്കറിൻ്റെ വയറുകൾ തമ്മിൽ കൂട്ടിമുട്ടി, അതായത് ഷോർട്ട് ആകാതെ നോക്കുക. പിന്നെ ഒരുപാട് സമയം ബാക്കപ്പ് കൂടുതൽ കിട്ടാനായിട്ട് ഒന്നിൽ കൂടുതൽ ബാറ്ററി ഉപയോഗിക്കരുത്. ഒരു ബാറ്ററി മാത്രമാണ് കണക്ട് ചെയ്യാവുള്ളൂ. 3.7 വോൾട്ടിൻ്റെ ലിഥിയം ബാറ്ററി മാത്രം. 4 വോൾട്ടിൻ്റെ ലെഡ് ആസിഡ് ബാറ്ററി കണക്ട് ചെയ്ത് വർക്ക് ചെയ്യുന്നതിന് കുഴപ്പമില്ല. ആ ഒരു ബാറ്ററി കണക്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു ബാറ്ററി മൊബൈൽ ചാർജർ വഴി ഈ ഒരു ബോർഡിൽ കണക്ട് ചെയ്ത് ചാർജ് ചെയ്യാൻ നോക്കരുത്. ഈ ഒരു ബോർഡിൽ ലിഥിയം ബാറ്ററിയാണ് ഉപയോഗിക്കേണ്ടത്. അതുപോലെ ഈ ഒരു ബോർഡ് ഓൺലൈനായിട്ട് മേടിക്കാൻ കിട്ടുമെങ്കിൽ അതിൻ്റെ ലിങ്ക് വീഡിയോയിൽ കൊടുത്തേക്കാം. അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു ബോർഡിനെ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഫേസ്ബുക്കിലേക്കോ ഇൻസ്റ്റാഗ്രാമിലേക്കോ മെസ്സേജ് അയച്ചാൽ മതി. രണ്ടിൻ്റെ ലിങ്ക് വീഡിയോയിൽ കൊടുത്തേക്കാം. അതുപോലെ ഈ ഒരു ബോർഡ് കാണാൻ വളരെ ചെറുതാണെങ്കിലും നല്ല രീതിയിൽ സൗണ്ട് ക്വാളിറ്റി ഉണ്ട്, അത്യാവശ്യം നല്ല ഓഡിയോയും കിട്ടുന്നുണ്ട്. അപ്പോൾ റീചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന റേഡിയോ ഒക്കെ ഉണ്ടാക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ബോർഡ് മേടിച്ചോ, നിങ്ങൾക്ക് ഉപകാരപ്പെടും. അതുപോലെ നമ്മൾ ഇതിനകത്ത് കണക്ട് ചെയ്യുന്ന ഈ ഒരു ബാറ്ററിക്ക് എത്ര ശതമാനം ചാർജ് ഉണ്ടെന്ന് അറിയണമെങ്കിൽ ഫോണായിട്ട് ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്താൽ മതി. ഫോണിൽ അറിയാൻ സാധിക്കും ഈ ഒരു ബാറ്ററിക്ക് എത്ര ശതമാനം ചാർജ് ഉണ്ട് കാര്യങ്ങളെല്ലാം. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഈ ഒരു ബോർഡിൻ്റെ ഓഡിയോ ക്വാളിറ്റി, FMൻ്റെയും ബ്ലൂടൂത്തിൻ്റെ എല്ലാം ഓഡിയോ ക്വാളിറ്റി ഉൾപ്പെടുന്ന വീഡിയോ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും പോസ്റ്റ് ചെയ്തേക്കാം. അതുപോലെ ഇങ്ങനെയുള്ള ബോർഡ് ഓൺലൈനായിട്ട് മേടിക്കാൻ കിട്ടുമെങ്കിൽ അതിൻ്റെ ലിങ്കും വീഡിയോയിൽ കൊടുത്തേക്കാം.